വളാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്താണ്, നിങ്ങൾ അന്താരാഷ്ട്ര കളിയിലൊക്കെ പോകുന്ന സമയത്ത് അമ്പയറൊക്കെ ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾ കമന്റ് തരിക. നിങ്ങൾക്ക് തരുമ്പോൾ അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനും അതനുസരിക്കാനും അതനുസരിച്ച് കളിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും വാണിംഗ് തരുമ്പോൾ ആ വാണിംഗ് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലഭിക്കും. അതായത് ഒരു പക്ഷേ പിന്നെ ഫ്രഞ്ചിൽ പോയി കളിക്കുന്ന സമയം ഫ്രാൻസിലാകുമ്പോൾ ഫ്രഞ്ച് ഭാഷയായിരിക്കും. അങ്ങനെ വിവിധ ഭാഷകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും കോമൺ ആയിട്ട് അമ്പയർമാർ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്, അല്ല അങ്ങനത്തൊന്നല്ല. യെസ്, അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് അതിന് തുടക്കം നിങ്ങൾ കോച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് 15 ദിവസത്തെ ഈ ക്യാമ്പോട് കൂടിയിട്ട് അത് പൂർത്തിയാക്കണം. ഞാൻ പറഞ്ഞല്ലോ, വളാഞ്ചേരി നഗരസഭയിൽ ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ നിന്നും ഈ ഒരു അവസരത്തിന് ഭാഗ്യം. വളാഞ്ചേരി നഗരസഭ 2023-24 വാർഷികത്തിൽ ഉൾപ്പെടുത്തി അസാപ് കേരളമായി നടപ്പിലാക്കുന്ന മഴബാങ്ക് മീതെ വിദ്യാഭ്യാസ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി ലാംഗ്വേജ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജി വാലാസി അധ്യക്ഷനായി. 15 ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് നഗരസഭ ആസൂത്രണം ചെയ്യുന്നത്. കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ, ലിസണിംഗ്, റീഡിംഗ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് എന്നീ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നഗരസഭ 1.5 വർഷം മുമ്പ് തുടക്കം കുറിച്ച ഫുട്ബോൾ കോച്ചിങ്ങിലെ 35 വിദ്യാർത്ഥികളാണ് പരിശീലനം നൽകുക. രണ്ടാം ഘട്ടത്തിൽ നഗരസഭയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകും. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, കൗൺസിലർമാരായ ആബിദ മൻസൂർ, സാജിദ ടീച്ചർ, ഷാഹിന റസാഖ്, നൂർജഹാൻ നർദോടി, സുബിത രാജൻ, കോച്ച് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. അസാപ് കേരളയുടെ അസോസിയേറ്റ് ഡയറക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസ് നടന്നു. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.